നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വടകരയിൽ നിന്നും അധ്യാപികമാരെ MDMA കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് അതൊരു നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയില്ല എന്ന് വ്യക്തമാവുകയാണ്. കാരണം ഇതൊരു വലിയ കണ്ണിയാണ് എന്നുള്ളതാണ്. കണ്ണിയിലെ ചില പ്രധാനികൾ തന്നെയാണ് ഈ 3 അധ്യാപികമാരും. അധ്യാപികമാരിൽ ഒന്ന് സൂംബ പഠിപ്പിക്കുന്നു, മറ്റൊന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ട്രെയിനിങ് കൊടുക്കുന്ന അധ്യാപികയാണ്. മറ്റൊരു അധ്യാപികയെ കൂടി കഴിഞ്ഞ ദിവസം പിടിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരെയും അധ്യാപന രംഗത്ത് നിന്നും പിരിച്ചുവിട്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇതുവരെ അവർ അധ്യാപകർ എന്ന പേരിൽ കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ലഹരി കൈമാറ്റം നടത്തിയോ, കുട്ടികളോടൊക്കെ എങ്ങനെയാണ് ഇവർ പെരുമാറിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഇവരുടെയൊക്കെ തന്നെ ഒരു ഇടനിലക്കാരൻ ജിജി എന്ന ഇടനിലക്കാരനെയും കഴിഞ്ഞ ദിവസം പിടികൂടിയിട്ടുണ്ട്. ബൺ മസ്ക പോലെയുള്ള ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ അടക്കമുള്ളവ ഒരു ചെറിയ ഒരു മേശപ്പുറത്ത് വിറ്റുകൊണ്ട് ഇവർ യുവാക്കളെ പരമാവധി ആകർഷിച്ചു. മാത്രമല്ല സൂംബ സ്റ്റുഡിയോ അടക്കമുള്ളവ ഇവർ തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ ചില അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, മദ്യക്കുപ്പികൾ അടക്കമുള്ളവ കണ്ടെത്തി എന്നുള്ള പ്രാദേശികമായി ഉയർന്നു വന്ന പരാതിക്കൊടുവിലാണ് അവർ ആ സ്ഥാപനം പൂട്ടിയത്. നാട്ടുകാർ പൂട്ടിച്ചു എന്ന് വേണം പറയാൻ. അന്ന് മുതൽ പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നെങ്കിൽ, വിശദമായി ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ, ഒന്ന് നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെക്കാൾ വളരെ മുൻപേ തന്നെ ഇവരെ പിടികൂടാമായിരുന്നു എന്നാണ് വ്യക്തമാകുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. വടകരയിൽ MDMA കേസുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ പിടിയിലായ താൽക്കാലിക അധ്യാപികമാരെ കുറിച്ച് ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അറസ്റ്റിലായ അധ്യാപികരായ കാവ്യ, കീർത്തന, നീഷ്മ എന്നിവർ റിസോർട്ടുകളിലും ചില വീടുകളിലും സംഘം ചേർന്ന് ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നതായാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നവരാണെന്നും പിന്നീട് ലഹരി വിൽപ്പനയിലേക്ക് വീണുവെന്നുമാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. കഴിഞ്ഞ 6 മാസത്തിനിടെ ഇവിടത്തെ അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് 10 ലക്ഷത്തിലേറെ രൂപയാണ് വിവിധ ഘട്ടങ്ങളിലായി ഒഴുകിയെത്തിയത്. ആവശ്യക്കാരിൽ നിന്ന് അക്കൗണ്ട് വഴി ശേഖരിക്കുന്ന ഈ 10,000 അല്ലെങ്കിൽ 20,000 രൂപയാകുമ്പോൾ നീഷ്മ നേരിട്ട് MDMA വിൽപ്പനക്കാർക്ക് അയച്ചു നൽകുന്നതായിരുന്നു പ്രധാന രീതി. അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന തുക ATM വഴി പിൻവലിക്കുകയോ മറ്റു പല അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ ചെയ്യുന്ന തികച്ചും ശാസ്ത്രീയമായ സാമ്പത്തിക ശൈലിയാണ് ഇവർ പിന്തുടർന്നു പോകുന്നത്. കേസിലെ പ്രധാന കണ്ണി വയനാട് സ്വദേശിയാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന പുതിയ സൂചന. ഇയാളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും. കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഇരിട്ടി സ്വദേശിയും ഓൺലൈൻ ഡെലിവറി ബോയുമായ ജിജിൽ കുര്യാക്കോസിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ജിജിന്റെ അക്കൗണ്ട് വഴി മാത്രം 1 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ജിജിനാണ് പ്രധാന പ്രതിക്കും അധ്യാപികമാർക്കും ഇടയിലുള്ള കണ്ണിയായി പ്രവർത്തിച്ചിരുന്നത്. ഇയാളുടെ അക്കൗണ്ടിലേക്ക് അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവർ പണം അയച്ചു കൊടുത്തതിന്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അറസ്റ്റിലായ അധ്യാപികമാരുടെ സുഹൃത്തായ മറ്റൊരു യുവതിയും പോലീസ് നിരീക്ഷണത്തിലാണ്. നിലവിൽ ബാംഗ്ലൂരിലുള്ള ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുകയാണ്. പേരാമ്പ്ര BRCയിലെ കരാർ ജീവനക്കാരായ കാവ്യയും നീഷ്മയും ഒരേ തസ്തികയിലാണ് ജോലി ചെയ്യുന്നത്. കീർത്തന ഉൾപ്പെടെ മൂവരും വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ്. മൂവരും ഒന്നിച്ചാണ് MDMA ഉപയോഗിച്ചിരുന്നതെന്നും ലഹരി മാഫിയയ്ക്കായി വൻതോതിൽ പണമിടപാടുകൾ നടത്തിയതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. നേരത്തെ MDMAയുമായി വടകരയിൽ പിടിയിലായ സഫാനുമായും ജിജിനും അധ്യാപികമാർക്കും ബന്ധമുണ്ടായിരുന്നതിന്റെ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. SIP ഷമീർ, ASIമാരായ K സിജേഷ്, ഷീന എന്നിവരടങ്ങിയ സംഘമാണ് തെളിവുകൾ ശേഖരിച്ചത്. അതേസമയം കൂടുതൽ അധ്യാപികമാർ ഈ ലഹരി ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് കരുതുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തങ്ങൾക്ക് മുകളിലുള്ള ലഹരി ശൃംഖലയെക്കുറിച്ചോ മൊത്ത വിതരണക്കാരെക്കുറിച്ചോ വിവരങ്ങൾ വിട്ടു നൽകാൻ പ്രതികൾ തയ്യാറായിട്ടില്ല. തങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നല്ലാതെ പ്രധാന കണ്ണികളെക്കുറിച്ച് ഇവർ വായ തുറന്നിട്ടില്ല. കേസിന്റെ പുരോഗതി വിലയിരുത്താൻ കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക് വടകരയിലെത്തി. അന്വേഷണ സംഘത്തിന്റെ യോഗം വിളിച്ചു ചേർക്കും. റിമാൻഡിൽ കഴിയുന്ന കാവ്യ, കീർത്തന എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം വടകര NDPS കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. നീഷ്മയെയും ജിജിലിനെയും കസ്റ്റഡിയിൽ വാങ്ങാനും ഉടൻ അപേക്ഷ നൽകും. പ്രതികളെ ഒന്നിച്ചിരുത്തി വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ലഹരി മാഫിയയുടെ പ്രധാന ഉറവിടത്തിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അതിനിടെ അറസ്റ്റിലായ കാവ്യയുടെ മുൻകാല വിദേശ യാത്രകളെക്കുറിച്ചും അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. BRC ജീവനക്കാരിയായിരിക്കെ ഔദ്യോഗിക അനുമതി ഇല്ലാതെയാണ് കാവ്യ വിദേശയാത്ര നടത്തിയതെന്നും ഇവർക്ക് അനധികൃതമായാണ് ലീവ് അനുവദിച്ച് നൽകിയതെന്നും ആരോപണമുണ്ട്. വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പേരാമ്പ്രയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇനി അവിടെയുള്ള പ്രദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള ആരോപണമുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളോട് കൃത്യമായി അറിയേണ്ടതുണ്ട്, ചോദിക്കേണ്ടതുണ്ട്. കുട്ടികളെ ഇവർ ഉപയോഗിച്ചിരുന്നോ എന്ന് ചോദിക്കണം. അതുമായി ബന്ധപ്പെട്ട് ചില നാട്ടുകാരുടെ ഒരു പ്രതികരണം വരുന്നുണ്ട്. പ്രതികരണത്തിലേക്ക്. ചെമ്പ റോഡിലെ ഒരു ബിൽഡിങ്ങിൽ ഇവർ സൂംബ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥാപനം. ആ സ്ഥാപനം പിന്നീട് അവർ
കൊണ്ട് നിർത്തിക്കുകയുണ്ടായത്. ആ ഭാഗങ്ങളിൽ പിന്നെ പ്രാദേശികമായ പരാതികൾ ഉണ്ടാവുകയും പിന്നെ ഇവർ അവിടെ മദ്യക്കുപ്പികളൊക്കെ കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവർ ആ ഒരു പരിപാടി നിർത്തിച്ചു. അത് പിന്നീട് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസിൽ ഒരുപാട് കടകൾ ഉണ്ടായൊരു സമയമാണ്. ഇപ്പോൾ പുതിയ റോഡ് വന്നാണല്ലോ. അവിടെ ഈ ബൈപ്പാസ് റോഡ് ജംഗ്ഷനിൽ പിന്നെ ഈ ബൺമസ്ക എന്ന് പറയുന്നത് റോഡ് സൈഡിൽ ചെറിയൊരു ടെൻറ്റ് വെച്ചിട്ട് ചെറിയൊരു ടേബിൾ വെച്ചിട്ട് പിന്നെ അവർ ബൺമസ്ക അവിടെ ഉണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രെൻഡായ ഒരു സമയം ഉണ്ടായിരുന്നു ആ സാധനം. ആ സമയത്ത് ഈ രാത്രി സമയത്തൊക്കെ ഒരുപാട് യുവാക്കളൊക്കെ അവിടെ വന്നുകൊണ്ടായിരുന്നു ഈ ബൺമസ്ക വാങ്ങിക്കൊണ്ട്. ഇപ്പോൾ നമ്മൾ സംശയിക്കുകയാണ് അത് ബൺമസ്ക മാത്രമാണോ വിറ്റെന്നുള്ളൊരു സംശയം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളെ ചെറുപ്പക്കാർ വന്നുകൊണ്ട് ആയിരിക്കാം. നമ്മളിവിടെ നാട്ടുകാരാണല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിലെല്ലാം പോയി നമ്മൾ വാങ്ങാനോ പിടിക്കാൻ നമ്മൾ നിൽക്കില്ലല്ലോ. പക്ഷേ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരികയാണ് ആ ഒരു ജംഗ്ഷനിൽ. പെട്ടെന്ന് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇവർ വരും. പിന്നെ രാത്രി ഒരു 9-10 മണി വരെയൊക്കെ ഈ ബൺമസ്ക് ഇങ്ങനെ വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവർ ഓരോ സ്കൂളുകളിൽ പിന്നെ ട്രെയിനിങ്ങിന് പോകുമല്ലോ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് ഇവർക്കെതിരെ സ്കൂൾ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങുന്നു എന്നുള്ള പരാതി അത് ആ സ്കൂളിലെ HM പിന്നെ ഇവിടുത്തെ BPC അറിയിച്ചിരുന്നു. പരാതി രേഖാമൂലം അത് 1 വർഷം മുമ്പാണ് ആ ഒരു പരാതി ഇവർക്ക് കൊടുത്തു. പക്ഷേ അതിലൊരു തുടർ അന്വേഷണം ഉണ്ടാവുകയോ നടപടി ഉണ്ടാവുകയോ ചെയ്തില്ല. അപ്പോൾ ഇവർ ചിലപ്പോൾ രാത്രി സമയങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് പിന്നീട് രാത്രി ഉറങ്ങുന്നില്ലല്ലോ. അപ്പോൾ പകൽ ഇവർ ഇരുന്നുറങ്ങുന്നതായിരിക്കാം. കുട്ടികളെ പഠിപ്പിക്കാതെ ഇവരിങ്ങനെ ഇരുന്നുറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു പരാതിയിൽ അന്വേഷണം അന്ന് നടത്തിയിരുന്നെങ്കിൽ ഇവർക്കെതിരെ അന്ന് നടപടിയെടുക്കാമായിരുന്നു. മാത്രമല്ല ഇതിലൊരു കീർത്തന എന്ന് പറയുന്ന ആള് പന്തലാനി VRCയിലായിരുന്നു ജോലി ചെയ്തത്. പന്തലായിൽ നിന്ന് അവിടെ നിന്നൊരു സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിലാണ് അവരെ പേരാമ്പ്രയിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടായത്. അന്നും ഒരു നടപടി ഉണ്ടായില്ല. അപ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ആരൊക്കെയോ ഇവർക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അന്ന് ഇവർക്കെതിരെ നടപടി എടുക്കാതെ ഇതിലിപ്പോൾ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവരെ മക്കളെ, അതായത് ഓരോ സ്കൂളിലെയും മക്കൾ ഇവരെങ്ങനെ ഉപയോഗിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മക്കൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. അത് കണ്ടെത്തേണ്ടതും ഒരു ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. കുട്ടികളെ കരിയർ ആക്കിയിട്ടുണ്ടോ, അതേപോലെ ഇപ്പോൾ ഈ മയക്കുമരുന്ന് ചൂയിങ്ക രൂപത്തിൽ ലഭിക്കുന്നു എന്ന് പറയുന്നു, മിഠായി രൂപത്തിൽ ലഭിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ഇതൊക്കെ നടത്താൻ പറ്റുമല്ലോ, വിൽപ്പന നടത്താനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഇതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഇവരുടെ ഈ 2 അധ്യാപകർ ഗ്യാങ്ങിൽ വേറെയും ആളുകൾ ഉണ്ട് എന്നുള്ളത് പറയപ്പെടുന്നു. അതും ഘട്ടം ഘട്ടമായ അന്വേഷണത്തിൽ പുറത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്.